ഞാൻ ഡോക്ടർ MS നൗഷാദ്, ഹയർ ഗ്രേഡ് മെഡിക്കൽ ഓഫീസർ, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി, പള്ളിവാസൽ, ഇടുക്കി. ഇന്നത്തെ വിഷയം നല്ല ഭക്ഷണവും നല്ല ഉറക്കവും ആരോഗ്യത്തിന് അനിവാര്യം. ആയുർവേദവും ആരോഗ്യ കേരളവും എന്ന പരിപാടിയുടെ ഭാഗമായ ഇതിലേക്ക് ഏവർക്കും സ്വാഗതം. മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ആഹാരരീതിയും മൂലം രോഗാതുരത കൂടിവരുന്ന ഈ കാലഘട്ടത്തിൽ ശരിയായ ഭക്ഷണവും ഉറക്കവും ശീലമാക്കേണ്ടത് ആരോഗ്യശ്രദ്ധയിൽ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി വിവിധ മാർഗങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ അടിസ്ഥാനമായി ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യകരമായ ഭക്ഷണരീതിയുടെയും ഉറക്കത്തിൻ്റെയും ആവശ്യകത ആയുർവേദശാസ്ത്രം പ്രാധാന്യത്തോടെ കാണുന്നു. നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന അഥവാ ആരോഗ്യത്തോടെ സംരക്ഷിച്ചു നിർത്തുന്ന 3 തൂണുകളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആദ്യത്തെ 2 എണ്ണമായി ആഹാരവും ഉറക്കവുമാണ് പറയുന്നത് എന്നത് ഇതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ആഹാരം ഏറ്റവും മഹത്തായ ഔഷധമാണ് എന്ന ആയുർവേദത്തിൻ്റെ സമീപനം ഒരു സമൂഹത്തിൻ്റെ നല്ല ആഹാരശീലങ്ങളാണ് ആരോഗ്യത്തെ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാറുള്ളത് എന്നതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ആരോഗ്യം ആഹാരത്തിലൂടെ ആർജിക്കണമെങ്കിൽ ആഹാരം സമീകൃതമാകണം. അതുപോലെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കും മാറിവരുന്ന കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ തരത്തിലും കൂടിയാകുമ്പോഴാണ് കൂടുതൽ ആരോഗ്യദായകമായി മാറുന്നത്. മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്, ചവർപ്പ് എന്നീ 6 രസങ്ങൾ ചേർന്നതും എന്നാൽ മധുരാംശം അഥവാ ധാന്യാംശം അല്പം കൂടുതലുള്ളതുമാണ് സാമാന്യമായി നമ്മുടെ ആഹാരം. നമ്മുടെ ചുറ്റുപാടും വളരുന്നതോ കൃഷി ചെയ്യുന്നതോ ആയവയാണ് ആഹാരത്തിനായി ഉപയോഗിക്കുവാൻ ഏറ്റവും അനുയോജ്യമെന്ന് ആയുർവേദം പറയുന്നു. ആവശ്യത്തിന് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്, മാംസ്യം അഥവാ പ്രോട്ടീൻ, കൊഴുപ്പുകൾ അഥവാ ഫാറ്റ്, ചെറിയ അളവിൽ കാണുന്ന ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്, ധാതുക്കൾ അഥവാ മിനറൽസ് എന്നിവയും ആവശ്യത്തിന് നാരുകളും ജലവും ചേരുന്നതാണെന്ന് സമീകൃതമായ ആഹാരം എന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു വരുന്നതുമാണ്. എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നിങ്ങനെ നമ്മൾ സ്വയം ചോദിക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആഹാരശീലങ്ങൾ ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ കഴിയും. എന്ത് കഴിക്കണം എന്നത് നോക്കാം. രുചിഭേദങ്ങൾ കൊണ്ടും താൽപ്പര്യങ്ങൾ കൊണ്ടും വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ ഇന്ന് സുലഭമാണെങ്കിലും ചിലത് ആരോഗ്യത്തിന് വളരെ നല്ലതാവാം. എന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി ആഹാരങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. ബോറിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, ബെൻസോയിക് പെറോക്സൈഡ്, അലോക്സാൻ, കൃത്രിമ നിറങ്ങൾ, അജിനോമോട്ടോ, അമിത ഉപ്പ്, ആരോഗ്യകരമല്ലാത്ത കൊഴുപ്പുകൾ, കൃത്രിമ മധുരങ്ങൾ തുടങ്ങി നിരവധി രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യമോ അമിത സാന്നിധ്യമോ ഇന്ന് നമ്മുടെ ആഹാരങ്ങളുടെയും പാനീയങ്ങളുടെയും ഭാഗമായി മാറിയത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇത്തരത്തിൽ സുലഭമായ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഇനത്തിൽപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമല്ലെന്നത് കഴിക്കുന്ന സന്ദർഭത്തിൽ നാം ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാറില്ല. ഒരു പ്രാവശ്യം പാകം ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും പാകം ചെയ്ത വറവ് ഭക്ഷണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ആശങ്കയുളവാക്കുന്ന ആരോഗ്യ പ്രശ്നമായി മാറുകയാണ്. ഇത്തരം എണ്ണകളിലെ കാർബൺ അംശത്തിൻ്റെ രാസമാറ്റങ്ങൾ ക്യാൻസർ പോലെയുള്ള മാരക രോഗത്തിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. ചെന്നല്ലരി, ഗോതമ്പ്, യവം, മലമ്പ്രദേശത്ത് മേഞ്ഞു നടക്കുന്ന ജന്തുക്കളുടെ മാംസം, ചീര, നെല്ലിക്ക, മുന്തിരിങ്ങ, പടവലം, ചെറുപയർ, നെയ്യ്, തേൻ, പാൽ, മാതളനാരങ്ങ, ഇന്ദുപ്പ് എന്നിവ നിത്യവും ഉപയോഗിക്കുന്നതിനായി ആയുർവേദം ഈ ഗണത്തിൽപ്പെടുത്തി പറയുന്നു. അതുപോലെ ചിലത് നിത്യവും കഴിക്കാൻ പാടില്ല എന്നും ഉപദേശിക്കുന്നുണ്ട്. ഉദാഹരണമായി തൈര്, ക്ഷാരങ്ങൾ, മെലിഞ്ഞുണങ്ങിയ ജന്തുക്കളുടെ മാംസം, മത്സ്യം, ആട്, പന്നി, പശു, പോത്ത് ഇവയുടെ മാംസം, ഉഴുന്ന്, അമരപ്പയർ, ചേമ്പ് അരച്ചുണ്ടാക്കിയ പലഹാരങ്ങൾ, മുളപ്പിച്ചവ കൊണ്ടുള്ള ആഹാരം, ഉണങ്ങിയ ഇല കൊണ്ടുള്ളവ തുടങ്ങിയവ നിത്യവും ഉപയോഗിക്കാൻ പാടില്ലാത്തവയിൽ പെടുന്നു. അതുപോലെ തന്നെ പഞ്ചസാര, മൈദ ഉപയോഗിച്ചുള്ള പൊറോട്ട, നൂഡിൽസ് തുടങ്ങിയവയുടെ ഉപയോഗം എത്ര കണ്ട് ഒഴിവാക്കുന്നതും തിന, കൂവരക്, ചാമ, സോയ, പാവയ്ക്ക, വെണ്ടയ്ക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, അമര, ചുരയ്ക്ക, വെള്ളരി, ചീര, തഴുതാമ, വാഴക്കൂമ്പ്, കറിവേപ്പില തുടങ്ങിയവ പരമാവധി ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്.
അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കറിവേപ്പിലയും ഇഞ്ചിയും ഉള്ളിയും അല്പം ഉപ്പും ചേർത്ത മോര് അല്ലെങ്കിൽ സംഭാരം എന്ന പാനീയം ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനും സഹായകരമാകുന്നതാണ്. ശാരീരികവും മാനസികവുമായ സന്തോഷത്തിനും ബലവും ഓജസ്സും ഉണ്ടാകുവാനും ഇത് സഹായിക്കുന്നു. കുടലിൽ വളരുന്നതും ശരീരത്തിന് പ്രയോജനം ചെയ്യുന്നതുമായ സൂക്ഷ്മാണുക്കളെ സംരക്ഷിക്കുന്നതിനും മോര് സഹായകമാണ്. എന്നാൽ കട്ടിത്തൈര് രാത്രിയിൽ ഉപയോഗിക്കുന്നതും പകലാണെങ്കിലും നിത്യവും ഉപയോഗിക്കുന്നതും ദഹന പ്രശ്നങ്ങൾക്കും കഫപ്രശ്നങ്ങൾക്കും കാരണമാകുന്നതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിരുദ്ധാഹാരം. ചില ആഹാരങ്ങൾ ഒന്നിച്ചുപയോഗിക്കുമ്പോൾ അനാരോഗ്യകരമാകുന്നതായി ആയുർവേദം പറയുന്നതിനെയാണ് വിരുദ്ധാഹാരം എന്ന് പറയുന്നത്. ഉദാഹരണമായി പാലിനോടൊപ്പം പുളിയുള്ള പഴങ്ങളും ഉപ്പും, മത്സ്യത്തിൻ്റെ കൂടെ തേൻ, ശർക്കര, പാൽ, ഉഴുന്ന് എന്നിവയും, പാലിൻ്റെ കൂടെ മുതിര, ഉഴുന്ന്, അമരയ്ക്ക, തിന, മുള്ളങ്കി എന്നിവയും, വാഴപ്പഴത്തിൻ്റെ കൂടെ തൈര്, മോര് എന്നിവയും, ചീരയുടെ കൂടെ മദ്യവും വിരുദ്ധമായി ആയുർവേദം പറയുന്നു. എത്ര കഴിക്കണം എന്നത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയുടെയും ദഹനശക്തിക്കും കായികാധ്വാനത്തിനനുസരിച്ചുള്ള ഊർജത്തിൻ്റെ ഉപയോഗത്തിനനുസരിച്ചും കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും അളവിൽ മാറ്റം വരാം. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണത്തെ അപേക്ഷിച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവ അളവിൽ കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഒരാൾക്ക് കഴിക്കാവുന്ന പരമാവധി അളവിനെ 4 വിഭജിക്കുകയാണെന്ന് സങ്കല്പിച്ചാൽ 2 ഭാഗം ഭക്ഷണം കൊണ്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതും നാം കുടിക്കുന്നതുമായ വെള്ളം ഉൾപ്പെടെയുള്ള ദ്രവാംശത്തിനായി 1 ഭാഗവും അവസാനമായി വരുന്ന 1 ഭാഗം ദഹന പ്രക്രിയയുടെ സുഗമമായ പ്രവർത്തനത്തിനായി ഒഴിച്ചിടാവുന്നതുമാണ്. എങ്ങനെ കഴിക്കണം എന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യമുള്ളതാണ്. വളരെയധികം പിരിമുറുക്കത്തോടെ ധൃതിയിൽ കഴിക്കുമ്പോൾ ദഹനരസത്തിൻ്റെ ശരിയായ പ്രവർത്തനം നടക്കണമെന്നില്ല. സന്തോഷത്തോടെയും ശ്രദ്ധയോടും നല്ല ചുറ്റുപാടിലും നന്നായി ചവച്ചും ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയായി മാറുന്നു. ദഹനത്തിൻ്റെ ആദ്യ പ്രവർത്തനം തുടങ്ങുന്നത് ഉമിനീരിൽ നിന്നായതിനാൽ ചവച്ചരച്ച് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എങ്ങനെയാണ് ആഹാരം പാകം ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത് എന്നതിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും അതിനായി ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കാര്യത്തിൽ. ആരോഗ്യകരമായ പാചകത്തിന് പണ്ടൊക്കെ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇരുമ്പിൻ്റെ വിവിധ ഭേദങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നു. തുരുമ്പെടുക്കാത്ത തരത്തിലുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു. ധാരാളമായി ഉപയോഗത്തിലുണ്ടെങ്കിലും അലുമിനിയത്തിൽ എല്ലാ ഭക്ഷണവും പാകം ചെയ്യുമ്പോൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായി നിർദ്ദേശിക്കപ്പെടുന്നില്ല. പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ചൂടുള്ള ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ അനിവാര്യമാണ്. എപ്പോൾ കഴിക്കണം എന്നതും ആഹാരത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒരു പ്രധാന ആഹാരം കഴിച്ചത് ദഹിച്ചതിന് മുമ്പ് വീണ്ടും ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നതും രാത്രി ഭക്ഷണം വൈകിക്കുന്നതും ആരോഗ്യപരമല്ല. തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് പ്രഭാത ഭക്ഷണം അനിവാര്യമാണ്. രാത്രി വൈകിയുള്ള ഭക്ഷണം പല ജീവിതശൈലീ രോഗങ്ങളുടെയും ആവിർഭാവത്തിന് വഴിയൊരുക്കുകയും ഉള്ളതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാമാന്യമായി രാവിലെ 8 മണിക്ക് മുമ്പായി പ്രഭാത ഭക്ഷണവും 12നും 1നും ഇടയിൽ ഉച്ചഭക്ഷണവും രാത്രി 8 മണിക്ക് മുമ്പായി അത്താഴവും കഴിക്കുന്നത് ഉചിതമായിരിക്കും. ഇനി നമുക്ക് ഉറങ്ങിയും നേടാം ആരോഗ്യം എന്നുള്ളതിലേക്ക് കൂടി ഒന്ന് കടക്കാം. ഉറക്കം കിട്ടാൻ മരുന്ന് കഴിക്കുന്നവരും എപ്പോഴും ഉറക്കം വരുന്നവരും നമുക്കിടയിലുണ്ട്. ക്രമം തെറ്റിയുള്ള ഉറക്കം പല രോഗങ്ങളിലേക്കും വഴി തെളിക്കുന്നതാവാം. അതുപോലെ തന്നെ പല രോഗങ്ങൾ കൊണ്ടും ഉറക്കം ക്രമം തെറ്റാം. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഉറങ്ങിയും നേടാം ആരോഗ്യം എന്നറിയുക. പകൽ പണി ചെയ്യാനും രാത്രി ഉറങ്ങാനും എന്ന പ്രകൃതിദത്ത മനോഭാവത്തിന് ആധുനിക ജീവിത രീതിയിൽ ഒരുപാട് മാറ്റം വന്നു. കൂടിയ ജോലി സമയത്തിന് പകലന്തിയോളം എന്ന പഴയ വാക്കിന് ഇന്ന് ഏറെ മാറ്റം വന്നു. രാവും പകലും എന്നായി മാറി. രാത്രിയും പകലും ഒരുപോലെയായി എന്നു സാരം. വെളിച്ചം ഉറങ്ങാത്ത ആധുനിക രാവുകളും സദാ പ്രവർത്തനനിരതമായ നഗരങ്ങളും മയക്കം വരാത്ത മൊബൈലുകളും പല വ്യക്തികളുടെയും നല്ല ഉറക്കത്തിൻ്റെ നന്മകൾ കുറച്ചൊന്നുമല്ല അപഹരിക്കുന്നത്. ഇന്ന് വർദ്ധിച്ചു വരുന്ന പല റോഡപകടങ്ങളുടെയും കാരണം അന്വേഷിക്കുമ്പോൾ ഡ്രൈവിങ്ങിനിടയിലെ ഉറക്കം വില്ലനായി മാറുന്നത് കാണാം. ഉറക്കം വന്നാൽ അല്പം ഉറങ്ങിയിട്ട് ഡ്രൈവിംഗ് തുടരാൻ ശ്രദ്ധിക്കണം എന്ന് ഓർക്കുക. ഉറക്കത്തിലെ താളപ്പിഴകൾ പ്രമേഹരോഗമുണ്ടാക്കുന്നതിലും ഉള്ളത് കൂട്ടുന്നതിലും നിർണായക സ്വാധീനം ഉള്ളത് തന്നെയാണ്. ഓരോരുത്തരുടെയും മനോശാരീരിക അവസ്ഥകൾ, പ്രായം, നമ്മൾ ചെയ്യുന്ന രോഗിയുടെ ജോലിയുടെ സ്വഭാവം, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം, നമ്മുടെ ഭൗതിക ചുറ്റുപാടുകൾ ഒക്കെ ഉറക്കത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആണ്.
ഒരു പ്രായപൂർത്തിയായ വ്യക്തി സാമാന്യമായി 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കാൻ അനിവാര്യമാണ്. കുട്ടികളുടെ ഉറക്കസമയം കൂടുന്നതും പ്രായമായവരിൽ കുറയുന്നതും സ്വാഭാവികമാണെന്നറിയുക. ജോലി സംബന്ധമായും രാത്രിയിൽ ഉറക്കം മാറ്റിവെക്കുന്നവരും ധാരാളമുണ്ട്. എന്നിരുന്നാലും ശരിയായ ഉറക്കം കിട്ടാതെ വന്നാൽ അത് ക്ഷീണത്തിലേക്ക് നയിക്കും. കൂർക്കമ്പലിക്കാരുടെ ഉറക്ക തടസ്സമുണ്ടാക്കുന്ന ക്ഷീണവും ഒരു പ്രശ്നമായി മാറുന്നു. കുറഞ്ഞത് ദിവസേന 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങിയാലേ നമ്മുടെ തലച്ചോർ വീണ്ടും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയുള്ളൂ. രാത്രി 9-നും 10-നും ഇടയിൽ ഉറങ്ങുകയും അതിരാവിലെ 5 മണിക്ക് മുമ്പായി ഉണരുകയും ചെയ്യുന്നത് സാമാന്യേന ആരോഗ്യത്തിന് ഉചിതമാകുന്നു. ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടുന്നവർ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സ്ക്രീനുകളുടെ ഉപയോഗം ഒഴിവാക്കുകയും വെളിച്ചം ഇല്ലാതെ ഉറങ്ങുകയും വേണം. ഉറക്കത്തിന് രാത്രി എത്ര സമയം ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ അതിൻ്റെ പകുതിയെങ്കിലും രാവിലെ തുടർച്ചയായി ഉറങ്ങാൻ കഴിഞ്ഞാൽ മാത്രമേ അത്ര ക്ഷീണം ഉണ്ടാകാതിരിക്കൂ എന്നാണ് ആയുർവേദം പറയുന്നത്. ഇത് എപ്പോഴും തുടർന്നാൽ കാര്യമില്ലതാനും. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉറങ്ങുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ സ്ഥിരമായി ഉറക്കം നഷ്ടപ്പെടുന്നത് ക്ഷീണമുണ്ടാക്കുന്നതോടൊപ്പം പല ജീവിതശൈലി രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശക്തിയുടെ പോരായ്മയിലേക്കും വഴിതെളിക്കും. സുഖം, ദുഃഖം, ശരീരപുഷ്ടി, ശരീരക്ഷീണം, ബലം, ബലമില്ലായ്മ, പ്രത്യുൽപാദനക്ഷമത, അതിൻ്റെ തടസ്സം, നല്ല ജീവിതം, ജീവഹാനി എന്നിങ്ങനെ ഉറക്കം ശരിയായാൽ ആരോഗ്യത്തിന് അനുകൂലമായ നിരവധി കാര്യങ്ങളും ശരിയാകാതെ വന്നാൽ പ്രതികൂലമായ നിരവധി കാര്യങ്ങളും ഉള്ളതായി ആയുർവേദം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് നല്ല ആഹാരവും നല്ല ഉറക്കവും ശീലമാക്കി സ്വാഭാവിക ആരോഗ്യത്തെ പരിപോഷിപ്പിക്കാം. താങ്ക് യു.